ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് കിച്ചൺ ടിപ്സാണ് ഷെയർ ചെയ്യണത്. ഇതറിയാത്തവർക്ക് വലിയ ഉപകാരമാവും. ടിപ്സ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് ടിപ്പ്, ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചാൽ അതിൻ്റെ കളർ ചേഞ്ച് ആവും. അങ്ങനെ ആവാതിരിക്കാൻ ആപ്പിൾ കട്ട് ചെയ്തതിന് ശേഷം ഉപ്പിട്ട വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചാൽ മതി. കുറച്ച് സമയം ഇട്ട് വെച്ചാൽ മതി. കടല പയറോ കുതിർത്തി വെക്കാൻ മറന്നാൽ ഒരു കാസ്ട്രോളിലിട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ച് അടച്ചു വെച്ചാൽ മതി. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കുതിർന്ന് കിട്ടും. പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. എണ്ണ ഒഴിച്ചു വെക്കുന്ന ബോട്ടിലിൻ്റെ താഴ്ഭാഗത്തും മേലെയെല്ലാം എപ്പോഴും എണ്ണമയാവും. അത് ഒഴിവാക്കാൻ കുട്ടികളുടെ പഴയ ഷോർട്ട്സ് എടുത്തിട്ട് മേൽഭാഗം കട്ട് ചെയ്തിട്ട് അത് ബോട്ടിലിൻ്റെ മേലെ ഇട്ട് കൊടുത്താൽ മതി. തേങ്ങ കെടുത്തി വെക്കാണ്ട് ഇങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണെങ്കിൽ കേടാവാണ്ട് ഇരിക്കും. പെട്ടെന്ന് കേടാവില്ല. ഇങ്ങനെ വെച്ചാൽ കെടുത്തി വെച്ചാൽ പെട്ടെന്ന് കേടാവും. പച്ചമുളക് അരിയണതിൻ്റെ മുന്നേ ഒരു ലേശം ഓയിൽ നമ്മളെ കയ്യിൽ തേച്ചാൽ പച്ചമുളക് അരിഞ്ഞു കഴിഞ്ഞാൽ കൈയൊന്നും എരിയില്ല. ബേക്കിംഗ് സോഡയും വിനെഗറും ഇട്ടിട്ട് സിങ്ക് കഴുകാൻ എല്ലാവർക്കും അറിയുണ്ടാവും. അങ്ങനെ കഴുകിയതിന് ശേഷം ഒരു പേപ്പറിൽ ഒരു ലേശം ഓയിലെടുത്തിട്ട് സിങ്കിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. സിങ്ക് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം തേക്കണം. ഇങ്ങനെ ചെയ്താൽ സിങ്ക് നല്ല തിളക്കമുണ്ടാവും. മാത്രമല്ല കുറച്ചധികം നാൾ സിങ്ക് വൃത്തികേടാവാണ്ട് നന്നായിട്ട് തന്നെ ഇരിക്കും. ഹാൻഡ് വാഷ് ബോട്ടിൽ കളയാതെ അതിൽ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ച് നമുക്ക് റീയൂസ് ചെയ്യാം. താഴെ പോയാൽ ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഒഴിവാക്കാൻ അതിൻ്റെ മേലെ കുറച്ച് മൈദപ്പൊടി ഇട്ട് ആദ്യം ഒരു പേപ്പർ വെച്ച് തുടച്ചെടുക്കുക. ഓയിൽ പോയാലും ഇതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്യുക. ഇനി തുണി വെച്ചിട്ട് തുടച്ചെടുക്കുക. ഇങ്ങനെ ചെയ്താൽ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. മുട്ട മുഴുവനോടെ പോയാലും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു ലേശം കാണിച്ചു തന്നുള്ളൂ. പരിപ്പ് കഴുകിയ വെള്ളം കളയാതെ അത് ചെടിക്കൊഴിക്കുക. ചെടി നന്നായിട്ട് വളരും. പഞ്ചസാരയിൽ ഉറുമ്പ് വരാതിരിക്കാൻ 2-3 ഗ്രാമ്പു ഇട്ട് വെച്ചാൽ മതി. കടലപ്പൊടിയിലും ഗോതമ്പ് പൊടിയിലൊന്നും പുഴു വരാതിരിക്കാൻ ഒരു കറുവാപ്പട്ടയുടെ ഇല ഇട്ട് വെച്ചാൽ മതി. തുരുമ്പ് പിടിച്ച സാധനങ്ങൾ ക്ലീൻ ചെയ്യാൻ ടൂത്ത് പേസ്റ്റ് വെച്ച് ക്ലീൻ ചെയ്താൽ പെട്ടെന്ന് തുരുമ്പ് പോയി കിട്ടും. മിക്സിയുടെ ബ്ലേഡ് മൂർച്ച കൂട്ടാൻ കഴുകി ഉണക്കിയ മുട്ടയുടെ തൊണ്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി മുട്ടയുടെ തൊണ്ടിന് പകരം കല്ലുപ്പ് ഇട്ടിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്താലും മതി.
പച്ചമുളക് അരിഞ്ഞ് കൈയരിഞ്ഞ നാരങ്ങനീര് തേച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.